ഷൈത്തിയെ കട്ടപ്പ എന്ന് വിളിച്ചതിൻ്റെ കാര്യമാണ് ഇവർ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവരുടെ മുഴുവൻ സംസാരം കേട്ടിട്ട് എനിക്ക് ആകെ കിളി പോയി നിൽക്കുകയാണ്. വൈൽഡ് കാർഡ് എൻട്രിയായി ജിഷിൻ വന്നപ്പോൾ അനുമോളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷൈത്യ പിന്നിൽ നിന്ന് കുത്തുന്ന ആളാണ്, അതുകൊണ്ട് ഒന്ന് സൂക്ഷിച്ചോ എന്ന്. ഇത് കേട്ടപ്പോൾ തൊട്ട് അനുമോൾ അത് മനസ്സിലേക്ക് എടുത്തു. ഷൈത്യയെ കട്ടപ്പ എന്ന് വിളിച്ചു. അതിനുശേഷം വലിയൊരു ഇഷ്യൂ ഉണ്ടായത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇപ്പോൾ അനുമോൾ ചോദിക്കുന്നത്, നിന്നെ ഞാൻ കട്ടപ്പ എന്ന് വിളിച്ചപ്പോൾ നീ അങ്ങനെ പ്രതികരിച്ചതൊക്കെ എന്തിനാണ്? അപ്പോൾ എന്തോ ഉണ്ടായിട്ടല്ലേ നീ അങ്ങനെ പ്രതികരിച്ചത്? അല്ലെങ്കിൽ നിനക്ക് ഒന്നും ചെയ്യാതെ അവിടെ ഇരുന്നാൽ പോരായിരുന്നില്ലേ? ഒരു ഡൗട്ട് ഞാൻ ചോദിക്കട്ടെ? ഒരിക്കൽ അനുമോളെ കള്ളി എന്ന് വിളിച്ചപ്പോൾ നെഞ്ചത്തടിച്ചുകൊണ്ട് ലിവിംഗ് റൂമിൽ കിടന്ന് ഉരുണ്ടതെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യമാണ്. അന്ന് അനുമോൾ കട്ടിട്ടില്ല എങ്കിൽ അനുമോൾ പിന്നെ എന്തിനാണ് അങ്ങനെയെല്ലാം പ്രതികരിച്ചത്? അപ്പോൾ അന്ന് അനുമോൾ കട്ടിട്ടാണ് ഈ നാടകമെല്ലാം ചെയ്തത് എന്ന് പറഞ്ഞാലോ? അതിന് ഒരു ആൻസറുമില്ല. ഇനി അടുത്ത കാര്യം, അനുമോൾ ഒരിക്കൽ ജയിലിലായപ്പോൾ ഷൈത്യയെ വിളിക്കുവാൻ വേണ്ടി മറ്റൊരു ഹൗസ്മേറ്റ്സിനോട് പറഞ്ഞിരുന്നു. ആ സമയം ഷൈത്യ നെവിൻ്റെ മുടി വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പാതി വഴിയിൽ ഇട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ടായിരുന്നു ഷൈത്യ പോയിരുന്നത്. ആ സമയം അനുമോൾക്ക് വളരെ ദേഷ്യമായിരുന്നു ഷൈത്യയോടുണ്ടായിരുന്നത്. അനുമോൾ പൊതുവെ എന്തെങ്കിലും ദേഷ്യമെല്ലാം ഉണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ച് നടക്കുന്ന വ്യക്തിയാണ്. പിന്നെ അനുമോൾ കാണുന്നത് ആര്യൻ, ജിസേൽ, റെന, ഷൈത്യ ഇവർ 4 പേരും ഒരുമിച്ച് കിടക്കുന്നതും സംസാരിക്കുന്നതുമാണ്. അനുമോൾക്ക് താല്പര്യമില്ലാത്ത വ്യക്തികളായിരുന്നു ആ സമയം ആര്യനും ജിസേലും. അതുകൊണ്ട് അവരോട് സംസാരിച്ചപ്പോൾ ഷൈത്യയോടുള്ള പക കൂടിയിരിക്കുകയായിരുന്നു. അനുമോളെ അടുത്ത് കിടക്കാൻ വേണ്ടി ഷൈത്യ പോയപ്പോൾ അനുമോൾ ദേഷ്യത്തോടെയും വാശിയോടും കൂടി ഷൈത്യയെ കട്ടിലിൽ നിന്ന് ഇറക്കി വിടുകയായിരുന്നു. എന്നിട്ട് ഷൈത്യ മാറിക്കിടന്നു. അന്ന് ഷൈത്യ ഒരുപാട് കരഞ്ഞിട്ടുണ്ടായിരുന്നു. കരഞ്ഞ് കരഞ്ഞ് തലവേദനിച്ചിട്ട് ഉറങ്ങിപ്പോവുകയായിരുന്നു. അപ്പോഴാണ് അനുമോൾ പിന്നെ ഷൈത്യയെ വിളിക്കാൻ ചെന്നത്. ഉറങ്ങിക്കിടക്കുന്ന ഷൈത്യ പറഞ്ഞു, ഞാനിനി വരുന്നില്ല എന്ന്. അനുമോളോട് ഷൈത്യ ചോദിച്ചു, എന്തിനാണ് കട്ടിലിൽ നിന്ന് എന്നെ ഇറക്കി വിട്ടത് എന്ന്. ആ സമയം അനുമോൾ പറഞ്ഞു, അപ്പോൾ എനിക്ക് നിന്നോട് വാശിയും ദേഷ്യവുമായിരുന്നു. ഇറക്കി വിട്ടതിന് ശേഷം ഞാൻ നിന്നെ വിളിക്കാൻ വന്നിട്ടില്ലേ, അന്നേരം നീയല്ലേ വരാതിരുന്നത് എന്ന്. ഇത് കേട്ടപ്പോൾ ഷൈത്യ പറഞ്ഞു, അപ്പോൾ ഈ വാശിയും ദേഷ്യവും എനിക്കില്ലേ എന്ന്. പിന്നെ അനുമോൾ പറഞ്ഞതാണ് എനിക്ക് കുറച്ച് സ്ട്രേഞ്ചായി തോന്നിയത്. ഷൈത്യയുടെ മുഖത്ത് നോക്കി പറയുകയാണ്, ആ ഇത് തന്നെയാണ് കുഴപ്പമെന്ന്. ഇതിൽ സത്യം പറഞ്ഞാൽ ആർക്കാണ് കുഴപ്പം എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. അനുമോൾക്കാണോ ഷൈത്യക്കാണോ കുഴപ്പം? ഒന്ന് നിങ്ങൾ കമൻ്റായി പറയുക. നിങ്ങൾക്ക് ബിബിയുടെ അപ്ഡേറ്റ്സ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.